യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസത്തിലേക്ക് നമ്മളെ ദൈവം കൈപിടിച്ചുയർത്തിയതിന് ദൈവത്തിന് നന്ദി പറയാം. പ്രഭാതത്തിൽ തന്നെ ദൈവവചനം വായിച്ചും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ആ ദൈവവചനത്തെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നതിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. യാക്കോബിൻ്റെ കിണർ അവിടെ ആയിരുന്നു. യാത്ര ചെയ്തു ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ആ സമയത്ത് സമറിയക്കാരെ അവിടെ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ഒരു ദിവസത്തിൻ്റെ ഏതു മണിക്കൂറിലാണേലും യേശു ക്രിസ്തു നിന്നെ നോക്കി നിൻ്റെ ഭവനത്തിലും നിൻ്റെ ദേവാലയത്തിലും നിൻ്റെ ജോലിസ്ഥലത്തും നീ പോകുന്ന എവിടെയാണേലും ആ സ്ഥലത്ത് നിന്നെ നോക്കി ഇരിപ്പുണ്ട്. യേശു പലതും നിന്നോട് ചോദിക്കാറുണ്ട്. നമ്മൾ കൊടുക്കാറുണ്ടോ? The Lord Jesus Christ is waiting for you at your home, at your church, at your workplace. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ മേൽ സമർത്ഥമായിട്ടുണ്ടാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനുമായി നിങ്ങൾ അവൻ ചോദിക്കുന്നതിന് മറുപടി നൽകി അവനോടൊപ്പം ഒന്ന് ഇരിക്കുവാൻ ഉള്ള കൃപയ്ക്കായിട്ട് ദൈവത്തോട് ചോദിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടത് എല്ലാം തരും. Trust him. He will give you everything. Already he has given you his body and blood. യേശുവിൻ്റെ സമാധാനം ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.